നമസ്കാരം. ഇന്ന് കർക്കിടകം 1 പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുന്നതായ ഒരു ദിവസമാണ്. ഇന്നേ ദിവസം പുലർച്ചെ പ്രശ്നത്തിൽ കണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഇനി പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്നാണ് പ്രശ്നവശാൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ തിരിച്ചടികൾ സംഭവിക്കും, അതേക്കുറിച്ചും മനസ്സിലാക്കാം. കൂടാതെ ഈ മാസം ഇവർ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ അറിയാം. ഏവരും ഒരു നിമിഷം ശ്രീരാമജയം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ മാസം? കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. പ്രധാനമായും ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായിരുന്നു. അത്തരം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയം. പല കാര്യങ്ങളിലും പല രീതിയിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കഠിനാധ്വാനം ചെയ്ത വ്യക്തികളാണ് നിങ്ങൾ. ആ പ്രവർത്തിച്ചതിന്റെ ഫലം അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പലവിധ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ വിജയം കാണാം. അതൊരു ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വിജയം കാണുവാനുള്ള സാധ്യതകളുണ്ട്. പലരിൽ നിന്നും നിങ്ങൾക്ക് സഹകരണം ലഭിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. മക്കളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ചില ചിന്തകൾ ഒഴിഞ്ഞു പോകാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം ലഭിച്ച് തുടങ്ങാവുന്നതുമാണ്. പലരിൽ നിന്നും സഹായം, പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. സഹോദരങ്ങളുടെ പോലും ബന്ധുക്കളുടെ പോലും സഹകരണം പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ആരോഗ്യകാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു മാസം തന്നെയാക്കുന്നു. ആശുപത്രിവാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ചില രോഗദുരിതങ്ങൾ വന്നു ചേരാം. അതിനാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നതിലൂടെ ഈ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്താം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്പമൊന്ന് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയം കൂടിയാകുന്നു. എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അത് നിങ്ങൾക്ക് ആപത്ത് വരുത്തിവെക്കും എന്ന കാര്യവും ഓർക്കുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതായ ഒരു സമയം തന്നെയാണ് ഇത്. സാധിക്കുന്നില്ല എങ്കിൽ തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം, കുടുംബാംഗങ്ങളുടെ എവിടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം മാറ്റിവെക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പരമശിവനെ ഭജിക്കുന്നതും രാമായണ പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏകശ്ലോക രാമായണം നിങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരവുമാണ്. ഒരു തവണയെങ്കിലും ജപിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ മാസം നിങ്ങൾ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും കലഹങ്ങൾ, തർക്കങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു സമയമാണ്. കാരണം എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച്, അതായത് അവസരത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാം. ക്ലേശങ്ങൾ, മനപ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് ചില ചിന്തകൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആദായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പുതിയ സംരംഭങ്ങൾ മുതൽ മുടക്കുന്നതിന് സമയം അനുകൂലമല്ല എന്നുള്ളതാണ്. അതിനാൽ ജാതകപ്രകാരം കൂടി ആ കാര്യമൊന്ന് പരിശോധിച്ച് തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ ഉണ്ടായി എന്ന് വരാം. അത് അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം വന്നു ചേരും. തടസ്സങ്ങൾ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതായ ഒരു സമയമായി തന്നെ പരാമർശിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിലും
ഇത്തരത്തിൽ വന്നു ചേരുന്നതായ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയമാണ്. ആത്മവിശ്വാസം കുറയുന്നതല്ല, കർമ്മ മേഖലയിലും പ്രവർത്തിക്കുന്നതായ മേഖലകളിലും ഉത്സാഹം വന്ന് ഭവിക്കാവുന്നതുമാണ്. മർമ്മം കണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതായത് ഒരു കാര്യത്തിന്റെ മർമ്മം കണ്ട് എപ്രകാരം പ്രവർത്തിക്കണം, വിജയം നേടുവാൻ സാധിക്കും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. പല കാര്യങ്ങളിലും തിരിച്ചറിവുകൾ വന്നു ചേരും. പലരിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. തടസ്സങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും തടസ്സങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. എന്നാൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനാൽ അത് തരണം ചെയ്ത് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അറിവുകൾ നേടുവാൻ സാധിക്കും. ലഘുയാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം. പൊതുവിൽ സമയം അനുകൂലമാണ് എങ്കിലും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും കലഹങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ചിന്തിക്കാതെ ചില കാര്യങ്ങൾ എടുത്തുചാടി ചെയ്ത് അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുകയും ചെയ്യാം. ഈ സമയം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശുഭകരമാണ്. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ, ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ രാമായണം നിത്യവും പാരായണം ചെയ്യുകയും സാധിക്കാത്തവരാണ് എങ്കിൽ ഏകശ്ലോക രാമായണം നിത്യവും ജപിക്കുന്നത്, ഒരു തവണയെങ്കിലും ജപിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യപ്രദമായി മാറും എന്നുള്ളതാണ്. പരമശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ശുഭമായി തീരും. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു മാസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. സ്വന്തം കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ സമയമാണ്. അത് ബിസിനസ് പരമായും തൊഴിൽപരമായും അനുകൂലമായ ഫലം നൽകും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വേതന വർധനവ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ശുഭവാർത്തകൾ, സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനം പുലരും. അഭിപ്രായങ്ങളിൽ മറ്റുള്ളവർ അനുകൂല നിലപാടെടുക്കും എന്ന് തന്നെ പരാമർശിക്കാം. ശത്രുക്കൾ കുറയുന്നതല്ല, അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ഇഷ്ടാഹാര സമൃദ്ധി വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ഉല്ലാസത്തിന് അവസരം വന്നു ചേരും. എന്നാൽ നൽകാനുള്ള ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ആശ്വാസം ലഭിക്കാം. അല്പം ധനത്തിന് അവധി ലഭിക്കുന്നതായ സമയം അല്പമെങ്കിലും കൊടുത്തു തീർക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ചിലത് തിരിച്ചടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക. സ്വയം ബോധ്യമുണ്ട് എങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. പുതു സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവര് ആണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുന്നത് ശുഭകരമാണ്. പൊതുവിൽ നോക്കുമ്പോൾ ഇപ്പോൾ അനുകൂലമായ സമയമല്ല. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയമാകുന്നു. പല കാര്യങ്ങളും എടുത്തുചാടി അഭിപ്രായങ്ങൾ പറഞ്ഞ് പിന്നീട് അത് തിരിച്ചടിയാകുവാനുള്ള സാധ്യതകളുണ്ട്. കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ സംഭവിക്കാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏകശ്ലോക രാമായണം ഈ സമയം ജപിക്കുന്നത് ശുഭകരമാണ്. രാമായണം ജപിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ ഏറ്റവും വിശേഷം. എന്നാൽ സാധിക്കുന്നില്ല എങ്കിൽ ഏകശ്ലോക രാമായണം ഒരു തവണയെങ്കിലും നിത്യവും ജപിക്കണം. കൂടാതെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ശ്രീരാമ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ശുഭകരമാണ്. ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. സാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തണം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. പല കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുവാൻ സാധിക്കും. ആസൂത്രണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യവിജയങ്ങൾ നേടി നൽകും. കൂടാതെ ആദിത്യൻ ജന്മരാശിയിലൂടെ കടന്നു പോകുന്നത് അലച്ചിലിനും അലംഭാവത്തിനും ഇടവരുത്തും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. സ്ഥാനചലനത്തിന് സാധ്യതയുണ്ട്. അനർഹമായ വ്യക്തികൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് മനക്ലേശം സൃഷ്ടിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മനസാന്നിധ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതായ സമയം വന്നു ചേരാം. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ പണച്ചെലവുണ്ടാകുന്നതായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ചെലവുകൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക.
കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അവധി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം ഇഷ്ട ആഹാര സമൃദ്ധി, ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. മനസ്സിനെ അലോസരപ്പെടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ധനസഹായം വന്നു ചേരാവുന്നതുമാണ്. ലഘുയാത്രകൾ ചെയ്യേണ്ടതായി വരാം. കൂടാതെ ഈ സമയം മനസ്സുമായി ബന്ധപ്പെട്ട് അതായത് പലവിധ ചിന്തകൾ കടന്നു വരും എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം അനുകൂലമാണ് എങ്കിലും ധനവിനിയോഗത്തിൽ ശ്രദ്ധ പുലർത്തുകയും കലഹങ്ങൾ ഒഴിവാക്കേണ്ടതുമായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ശ്രീരാമ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ശുഭമാണ്. അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു നാണയം തലയ്ക്കുഴിഞ്ഞ് മാറ്റിവെക്കുകയും പിന്നീട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ആ നാണയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഈ സമയം രാമായണം പാരായണം ചെയ്യുകയോ അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഏകശ്ലോക രാമായണം നിത്യവും ഒരു തവണ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ചിത്തിര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായ സമയമാണ്. പല കാര്യങ്ങളും മുൻപ് വളരെയധികം പ്രവർത്തിച്ചിട്ടും ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. ലഘു പ്രയത്നത്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കൂടാതെ പല കാര്യങ്ങളിലും പ്രായോഗികമായ സമീപനങ്ങൾ പുലർത്തുവാൻ സാധിക്കും. ഭൂമിയിൽ നിന്നും ആദായം വന്നു ചേരാം, അല്ലെങ്കിൽ മറ്റാദായവും ലഭിക്കാവുന്നതുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടുന്ന സമയമായി മാറും. എന്നാൽ വരവും ചെലവും കൂട്ടിമുട്ടിക്കുവാൻ അല്പമൊന്ന് പ്രയാസപ്പെടുന്ന ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. ധനപരമായ ഉയർച്ചയ്ക്കുള്ള ചില അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി തീരുന്ന സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. മുൻപ് പരാമർശിച്ച പോലെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടാതെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പമൊന്ന് ആശ്വാസം ലഭിക്കാവുന്നതാണ്. പല ചിന്തകൾക്കും ഉത്തരം ലഭിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഭിന്നതകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ അവരുമായി ബന്ധപ്പെട്ട് പോലുമാകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതായ ഒരു സമയം തന്നെയാണ് ഇത്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി പോകണം. കൂടാതെ ഈ സമയം നിങ്ങൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ആ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതെ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. രാമായണം നിത്യവും പാരായണം ചെയ്യുക. സാധിക്കാത്തവർ ഏകശ്ലോക രാമായണം നിത്യവും ഒരു തവണയെങ്കിലും ജപിക്കണം. കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടുതൽ ഉത്തമമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മകം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു സമയം തന്നെയാകുന്നു. കാര്യസാധ്യത്തിന് അല്പം പരിശ്രമിച്ചാൽ പോലും അത് നടക്കുന്നതായ ഒരു സമയമായി തന്നെ മാറാം. കൂടാതെ കർക്കിടകം 10 മുതലുള്ള 11-ാം ഇടത്തിലെ വ്യാഴ ശുക്ര യോഗം ധനപരമായ ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായ സമയമാണ്. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കാം. ഭൗതിക വളർച്ചയുടെ സമയം തന്നെയാകുന്നു. ബിസിനസ് പരമായി ലാഭങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. കൂടാതെ കർക്കിടക മാസത്തിന്റെ ഈ സമയങ്ങളിൽ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ആദ്യത്തെ ബുധന്മാർ 12-ൽ സഞ്ചരിക്കുന്നതിനാൽ വീട് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം, സഞ്ചാരം, പതിവിലും വ്യയം എന്നിവയ്ക്ക് സാധ്യതകളുമുണ്ട്. അത്തരം കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ബിസിനസ് പരമായി ലാഭം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ജന്മരാശിയിൽ നിന്നും ചൊവ്വ മാറുകയാൽ 2-ാം പകുതിയിൽ ദേഹാരോഗ്യം പുഷ്ടിപ്പെടുന്നതായ ഒരു സമയം തന്നെയാകുന്നു. പ്രണയ വിവാഹം അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് അത്തരം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിതം പുരോഗതിയിലേക്ക് നയിക്കുന്നതായ ചില കാര്യങ്ങൾ ബോധ്യമാകുന്ന സന്തോഷങ്ങൾ വന്നു ചേരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്.
സമയം അനുകൂലം തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. വിഷ്ണു ക്ഷേത്രത്തിൽ, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീരാമക്ഷേത്രത്തിൽ, പ്രധാനമായും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. ഈ സമയം രാമായണം പാരായണം ചെയ്യുക. സാധിക്കാത്തവർ ഏകശ്ലോക രാമായണം ഒരു തവണയെങ്കിലും നിത്യവും ജപിക്കണം. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ജന്മരാശിയിൽ കേതുവും ചൊവ്വയും തുടരുന്നതും 12-ൽ ആദിത്യൻ സഞ്ചരിക്കുന്നതും കർക്കിടകത്തിലെ ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾക്ക് ക്ലേശകരമായി തീരാം. തീരുമാനങ്ങൾ എടുക്കുവാൻ അല്പം പ്രയാസപ്പെടുക, ഉറച്ചു നിൽക്കുവാൻ പ്രയാസപ്പെടുക, പിന്തുണ ചില അവസരങ്ങളിൽ ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് സ്ഥിതിഗതികൾ ഗുണകരമായി തീരും. കർക്കിടകം 12-ന് ശേഷം അനുകൂലമായി തുടങ്ങും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ധനപരമായ സമ്മർദ്ദത്തിന് അയവ് വന്നു ചേരും. സ്നേഹബന്ധം അനുകൂലമായി തീരാം. പാരിതോഷികങ്ങൾ ലഭിക്കാം. കലാപ്രവർത്തനത്തിന് അവസരം വന്നു ചേരുകയും അത് ഗുണകരമായി തീരുകയും വന്നു ചേരും. മറ്റുള്ളവരുടെ പിൻബലം ലഭിക്കുന്നത് ആശ്വാസകരമായി തീരും. വിമർശനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. കുടുംബത്തിൽ സമാധാനം പുലരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങണം. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ, വിഷ്ണു ക്ഷേത്രത്തിൽ, ശ്രീരാമക്ഷേത്രത്തിൽ, വിഷ്ണുവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ശുഭകരമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ രാമായണം പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ഏകശ്ലോക രാമായണം നിത്യവും ഒരു തവണയെങ്കിലും ജപിക്കുന്നത് ഐശ്വര്യവർദ്ധനവിനും ഏറ്റവും ഉത്തമമായി തീരും. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ കൂടുതൽ ഊർജം, സമയം ചെലവഴിക്കേണ്ടതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യം അല്പം കുറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അത് തരണം ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടുന്ന സമയമാകുന്നു. കൂടാതെ കർമ്മ മേഖലയിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. കൂടാതെ തൊഴിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കുക, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി തൊഴിൽ ഭാഗ്യം തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകും എങ്കിലും അശ്രദ്ധയാൽ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പല കാര്യങ്ങൾക്കും പണം ചെലവഴിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അല്പം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ പുനരാലോചനകൾ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. വില കൂടിയ ചില കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുക, വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലം തന്നെയാണ്. ശ്രമിക്കുകയാണ് എങ്കിൽ വിജയങ്ങളും ധനപരമായ നേട്ടങ്ങളും സന്തോഷ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നതിലൂടെ ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുക എന്ന കാര്യവും ഓർക്കണം. ഈ സമയം വിഷ്ണു ക്ഷേത്രത്തിൽ, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കൂടാതെ ഏകശ്ലോക രാമായണം നിത്യവും ജപിക്കുക. രാമായണം പാരായണം ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ ഏറ്റവും ഉത്തമമാണ്. സാധിക്കുന്നവർ ഈ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളും അനുകൂലമായി തീരുകയും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. കാരണം ചില പ്രതികൂലമായ കാര്യങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറും. അതിനാൽ വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകളിൽ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് തരണം ചെയ്ത് നേട്ടങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. വേതന വർധനവിന് സാധ്യതയുണ്ട്. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാം.
പല കാര്യങ്ങളിലും എതിർപ്പുണ്ടാകും എങ്കിലും ഉറച്ചു നിൽക്കുകയും എതിർപ്പുകൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ലഘു യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയരുവാൻ സാധിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം മികച്ചതായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ ചെലവ് അല്പം വർദ്ധിക്കാവുന്നതാണ്. എന്നാൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി ചെയ്യുന്ന പ്രവൃത്തികൾ അനുകൂലമായി തീരാം. കഠിനാധ്വാനം സഫലമാകാം. കൂടാതെ പല പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും. വായ്പയ്ക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളിലും പ്രതിരോധിക്കുകയും അത് സഫലമായി തീരുകയും ചെയ്യാം. കുടുംബകാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ്. പാരിതോഷികങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണു ക്ഷേത്രത്തിലും വിഷ്ണുവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതും ശുഭകരമാണ്. പ്രത്യേകിച്ചും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂടാതെ ഈ സമയം രാമായണം പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ ഏകശ്ലോക രാമായണം നിത്യവും ഒരു തവണയെങ്കിലും നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട്. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രധാനമായും മനസ്സിൽ ഉന്മേഷഭാവം നിറയുന്നതായ സമയമാണ്. പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കും. കർമ്മമണ്ഡലം ഉണരുന്നതായ സമയമാണ്. മാനസികപരമായി പല കാര്യങ്ങളും ചെയ്യുവാനുള്ള ആസൂത്രണം ചെയ്തു എന്ന് വരാം. ആസൂത്രണ മികവ് ബിസിനസ്സിലും വലിയ വിജയങ്ങൾ ഒരുക്കും എന്നുള്ളതാണ്. യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സ്ഥാനക്കയറ്റം ലഭിക്കാം. വേതന വർധനവ് വന്നു ചേരുന്ന സമയമാണ്. തൊഴിലുകളിൽ ഉന്നമനം വന്നു ചേരാം. കൂടാതെ ഈ സമയം അനുമതി പല കാര്യങ്ങളിലും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി വന്നു ചേരാം. എന്നാൽ ഈ സമയം പല കാര്യങ്ങളിലും ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും കരുതൽ വേണ്ട സമയമാണ് എന്ന കാര്യം ഓർക്കണം. കലാപഠനത്തിൽ കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ, പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ്. എന്നാൽ ശനിയും രാഹുവും അനിഷ്ടഭാവങ്ങളിൽ തുടരുന്നതിനാൽ ഒന്നും നിസാരമായി കാണരുത്. എപ്പോഴും ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. വിഷ്ണു ക്ഷേത്രത്തിലും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പ്രത്യേകിച്ചും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏകശ്ലോക രാമായണം നിത്യവും ജപിക്കുകയോ അല്ലെങ്കിൽ രാമായണം നിത്യവും പാരായണം ചെയ്യുന്നതും നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. ശോഭിക്കുവാനുള്ള സമയമാണ്. അല്ലെങ്കിൽ അത്തരം അവസരങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ്. കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചുമതലകൾ വർദ്ധിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വ്യാഴവും ശുക്രനും ശുഭാവസ്ഥയിലാകയാൽ ഏതൊരു കാര്യത്തിലും പ്രശ്നപരിഹാരം ലഭിക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ആരംഭിച്ചതായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ പൂർത്തീകരിക്കാൻ സാധിക്കും. ധനപരമായ കാര്യങ്ങൾ മോശമാകില്ല എന്നുള്ളതാണ്. എന്നാൽ കൂട്ടുകെട്ടുകളിൽ അല്പമൊന്ന് കരുതൽ പുലർത്തേണ്ടതായിട്ടുണ്ട്. രാഹുവിന്റെയും ശനിയുടെയും സ്വാധീനം ചെലുത്തുന്നത് ദുഷ്പ്രേരണകളെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ചില പ്രേരണ വന്നു ചേരാം. അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഉറ്റവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കാം. വേണ്ടപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ സഹായമാണ് എങ്കിലും ലഭിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ചെറിയ തർക്കങ്ങൾ ഉണ്ടാകും എങ്കിലും പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ്. ചില കാര്യങ്ങളിൽ ആരോപണങ്ങൾ കേൾക്കേണ്ടതായി വരാം. അത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആഘോഷങ്ങൾ, മംഗളകർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, കിട്ടാക്കടങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിലും ധനവിനിയോഗം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തുക. പറയുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തി മാത്രം പറയുവാൻ ശ്രമിക്കണം. ഈ സമയം നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് ശുഭകരമാണ്. പ്രത്യേകിച്ചും ഈ സമയം ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂടാതെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. സാധിക്കുമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. രാമായണം പാരായണം ചെയ്യുക എന്നത് ഈ മാസം ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ ഏകശ്ലോക രാമായണം നിത്യവും ഒരു തവണയെങ്കിലും ജപിക്കുക. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക്
ഈ മാസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തന്നെ ഭവിക്കാം.